ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാണ്. സോ മോസ്റ്റ് വെൽക്കം ആൾ ഓഫ് യു. സോ നിങ്ങളെ കൂടെ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളതോ നിങ്ങളുടെ ടീമിലുള്ള വ്യക്തികളോ ഇനി ആരെങ്കിലും കയറാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇനി ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ടീമിൽ നിന്നൊക്കെ മിസ്സിംഗ് ഉണ്ട്. സോ ലീഡേഴ്സ് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. സോ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് നിർദ്ദേശങ്ങൾ തരാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇരിക്കുക. നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ. സോ അതുപോലെ തന്നെ നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇത് പാൻ ഇന്ത്യ നമ്പർ 1 ഓർഗനൈസേഷൻ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം രാജേഷ് കുമാർ സാറിൻ്റെ ഓർഗനൈസേഷനാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആഴ്ചയിൽ ഒരു ദിവസമാണ് നമുക്ക് നമ്മുടെ സ്വന്തം RK സാറെ കിട്ടുന്ന ദിവസമാണ്. സോ അപ്പോൾ അത് മാക്സിമം നിങ്ങളുടെ ടീമിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ആഴ്ച മൊത്തം റൺ ചെയ്യാനുള്ള ഒരു സാധനമാണ് ഇവിടെ നിന്ന് കിട്ടുക RK സാറെ സൈഡിൽ നിന്ന്. അത് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള വ്യക്തികളും കറക്റ്റായിട്ട് ഒരു മീറ്റിങ്ങിൽ വേണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നാം ഇന്ന് ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതൊരു സർവശക്തിൻ്റെ അനുഗ്രഹത്താലാണ്. സോ ഒരു അല്പസമയം നമുക്ക് ആ ഒരു ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. സോ ഓൾ ഓഫ് യു പ്ലീസ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഡിവൈസിൽ ഉള്ള വ്യക്തികൾ ഫസ്റ്റ് ഡിവൈസിൽ ഇനിയും ക്യാപ്പ് ഉണ്ട്. ആ ഫസ്റ്റ് ഡിവൈസിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയാവും. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള RK ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ RK സാറ് ഒരു ആഴ്ചയിൽ നമുക്ക് ഒരു ദിവസം കിട്ടുന്ന ദിവസമാണ്. സോ അപ്പോൾ നമ്മൾ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. കാരണം നമുക്ക് ഈ ഒരു ആഴ്ച കറക്റ്റായിട്ട് റൺ ചെയ്യാനുള്ള കാര്യങ്ങൾ മൊത്തം നമുക്ക് എല്ലാ സൺഡേ നമുക്ക് RK സാറെ കയ്യിൽ നിന്ന് കിട്ടുന്ന ദിവസമാണ്. സോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഹാർദവമായിട്ട് നമുക്ക് ഈ ഒരു വേദിയിലാണ് നമുക്ക് വെച്ച് ചെയ്യാം. സോ മോസ്റ്റ് വെൽക്കം അവർ ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ രാജേഷ് കുമാർ സാർ. ഈ ഒരു വേദിയിലൂടെ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാണ്. സോ മോസ്റ്റ് വെൽക്കം രാജേഷ് കുമാർ സർ. ഓക്കെ. താങ്ക് യു വെരി മച്ച്. ഓഡിബിൾ ആണല്ലോ അല്ലേ? സർ ഓഡിബിൾ ആണ്. ഓഡിബിൾ. ഓക്കെ. സെക്കൻഡ് ഡിവൈസിലും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഓൾറൈറ്റ്. സോ ഗുഡ് മോർണിംഗ് ഓൾ. ഒന്ന് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ, 2 ഡിവൈസിലും. ഏറ്റവും വലിയ Good morning. Wonderful. Good morning, sir. Good morning, sir. Good morning, sir. Good morning, sir. penalty. Good morning, sir. Good morning, sir. Good morning. Thank you very much. Okay. കേൾക്കാലോ അല്ലേ? Good morning, sir. ഓക്കെ. Alright. Okay. Thank you very much once again. Good morning. എൻ്റെ വോയിസ് എന്തെങ്കിലും ബ്രേക്ക് വരുന്നുണ്ടെങ്കിൽ പറയണം. ഞാൻ വീട്ടിലല്ല, ഇവിടെ കൊച്ചിയിലാണ്. ഇന്നും നാളെയും RTP ആണ്. സോ ഇവിടെ ഒരു ഹോട്ടലാണ്. അപ്പം ഇവിടുത്തെ വൈഫൈ കുറച്ച് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. സോ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ.
ഓൾ റൈറ്റ്. സോ വെരി വെരി ഹാപ്പി ടു സീ യു ഓൾ. വീണ്ടും നിങ്ങളോടൊപ്പം ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതിൽ വളരെയധികം ഹാപ്പിയാണ്. നമ്മൾ ഈ 7 മണി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റ് 7 മണി ആക്കിയതിന് ശേഷം 1-2 ആൾക്കാർ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു, വീണ്ടും പഴയ ഒരു 8 മണിയോ 8:30യോ ആക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. റൈറ്റ്. സോ അതിനുള്ള ഒരു റിപ്ലൈ ഞാൻ കോമൺ ആയിട്ട് പറയുകയാണ്. മുൻപ് നമ്മൾ 8 മണി ആയിരുന്നു സമയം, അതിനു മുമ്പ് 8:30 ആയിരുന്നു സമയം. എന്തുകൊണ്ട് 7 മണി ആക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫിസിക്കൽ VOPകൾ ഏറ്റവും കൂടുതൽ ഉള്ള ദിവസം സൺഡേ ആണ്. മാത്രമല്ല നമുക്ക് ആളുകളെ നേരിട്ട് കാണാൻ പറ്റുക, ഏറ്റവും കൂടുതൽ ആൾക്കാരെ നേരിട്ട് കാണാൻ പറ്റുന്നതും സൺഡേയിലായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉള്ള VOP കഴിഞ്ഞ് ഫോളോ അപ്പ് പെൻഡിങ് ഉള്ള ആൾക്കാരുണ്ടാവും. ഒരുവിധ ആൾക്കാരൊക്കെ വീട്ടിൽ അവൈലബിൾ ആയിരിക്കും സൺഡേ. സോ ആ ആളുകളെ മീറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം രാവിലെയാണ്. റൈറ്റ്. അതോടൊപ്പം നമുക്ക് രാവിലെ VOPകളുണ്ട്. സൺഡേ ആണ് ഫിസിക്കലി ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ പറ്റിയ ഒരു ദിവസം എല്ലാവർക്കും. നമുക്കും എല്ലാവർക്കും ഇറങ്ങാൻ പറ്റിയ ദിവസം, അതുപോലെ എല്ലാവരെയും കാണാൻ പറ്റിയ ദിവസം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയം ഫിക്സ് ചെയ്തത്. സോ 7 to 7:30 അരമണിക്കൂർ കൊണ്ട് നമ്മളെ മീറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ഫീൽഡിലേക്ക് മാക്സിമം ഇറങ്ങുക, ആളുകളെ മീറ്റ് ചെയ്യുക, അതുപോലെ VOPകളിലേക്ക് ആളുകളെ എത്തിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും. ഇനി എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഇപ്പം ഒരുവിധ ആളുകളൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ? ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾ. ഞാൻ മുൻപ് ഒരു സ്കൂളിൽ ജോലി ചെയ്ത ആളാണ്. അപ്പം ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ള ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. കാരണം അവധിയുള്ള ദിവസമാണ്. വീട്ടിൽ കുറച്ച് നേരമെങ്കിലും വെറുതെ ഇരിക്കാൻ പറ്റും, ഫാമിലിയോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും, നേരം വൈകി എണീറ്റാൽ മതി. ഇങ്ങനെ ഒരു ലേസി മോഡിലേക്കൊക്കെ മാറാൻ പറ്റുന്ന റിലാക്സ്ഡ് ഡേ ആണ് സൺഡേ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജോലിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഇഷ്ടമാണ്. അവരേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും സൺഡേ എന്നുള്ളതാണ്. ഒന്ന് സൺഡേ ആയി കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ള രീതിയിൽ. ഫാമിലി ആയിട്ടൊന്ന് പുറത്ത് പോകണമെങ്കിൽ സൺഡേ ആണ് അല്ലേ? അപ്പം നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. സോ ജീവിതത്തിൽ ഒരാഴ്ചയിൽ ഒരു ഞായറാഴ്ചയേ ഉള്ളൂ അല്ലേ, അല്ലെങ്കിൽ ഒരു സൺഡേ ഉള്ളൂ. ബാക്കിയുള്ള 6 ദിവസങ്ങളും ഓടി നടന്ന് വർക്ക് ചെയ്യാൻ. സോ സൺഡേ ഇസ് എ ഫ്രീ ഡേ. ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു ഫ്രീ ഡേ ആണ് സൺഡേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ഒരാഴ്ചയിൽ നമുക്ക് ആകെയുള്ളത് ഒരു ഞായറാഴ്ചയാണ് അല്ലേ? 7 ദിവസങ്ങളിൽ ഒന്നേ ഉള്ളൂ ഞായറാഴ്ച. പക്ഷേ നമ്മുടെ ജീവിതം ഒരാഴ്ചയിൽ 6 ഞായറാഴ്ചകളും ഒരു സൺഡേ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? 6 ഞായറാഴ്ചകളും ഒരു സൺഡേ എന്ന് പറഞ്ഞാൽ 7 ദിവസവും ഞായറാഴ്ച. ആ രീതിയിലാണ് ജീവിതമെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, എവ്രി ഡേ നമ്മൾ ഫ്രീ ആണ്. നമ്മളുടെ സമയം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുടുംബത്തോടൊപ്പം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം, എൻജോയ് ചെയ്യാം. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ വരുമാനം നിൽക്കുന്നില്ല. നമ്മുടെ ബിസിനസ് ലാംഗ്വേജിൽ പറഞ്ഞാൽ ടൈം ഫ്രീഡവും ഫിനാൻഷ്യൽ ഫ്രീഡവും ഒക്കെ നമുക്ക് കിട്ടുക. ടൈം ഫ്രീഡവും ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ നമുക്ക് കിട്ടുക. കേൾക്കുന്നില്ല എൻ്റെ സൗണ്ട്? ഓക്കെ. ആ, അപ്പോൾ അങ്ങനെ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബിസിനസ്, ഈ അവസരം. ഇപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളായിരിക്കും, കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. ബട്ട്
ആ ഒരു ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്താൽ മേ ബി ചിലപ്പോൾ 2-3 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് 6 ഞായറാഴ്ചയും ഒരു സൺഡേയും ഒരാഴ്ചയും എല്ലാ ദിവസവും നമ്മൾ ഫ്രീ ആവും. മണി, പൈസ എന്ന് വരുമാനം എന്ന് പറയുന്നത് നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മറ്റു മേഖലകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റു ജോലി മേഖലകൾ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലി എന്നുള്ള ആ ഒരു മേഖലകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിസിനസ് എന്ന് പറയുന്ന മേഖല, ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു എന്താ പറയുക ധൈര്യത്തോടു കൂടിയുള്ള ഒരു തീരുമാനം എടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതൊരാൾ എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ധൈര്യത്തോടെയുള്ളൊരു തീരുമാനം എടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ബിസിനസ് ചെയ്യണമെങ്കിൽ കുറച്ച് ധൈര്യം വേണം. ജോലി ചെയ്യണമെങ്കിൽ അത്ര ധൈര്യത്തിൻ്റെ ആവശ്യം ഇല്ല. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ജോലിയാണെങ്കിലും അത് ഓൾറെഡി ഡിസൈൻഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫീസിലൊരു ജോലി കിട്ടിയെന്നിട്ട് ഒരു ക്ലർക്കായിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലർക്കിൻ്റെ ജോലി എന്താണ് എന്നുള്ളത് ഓൾറെഡി ഡിസൈൻഡ് ആണ്. അതിനൊരു ഓൾറെഡി ഒരു ഫ്രെയിം ഉണ്ടാവും. അത് ചെയ്താൽ മതി. അതിനേക്കാൾ കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്യാൻ വേറൊരാളുണ്ടാവും. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും രാവിലെ ചെല്ലുക, സൈൻ ചെയ്യുക, ചെയ്യാൻ പറഞ്ഞ ജോലി എന്താണോ അത് ചെയ്യുക, ജോലി സമയം കഴിഞ്ഞാൽ തിരിച്ചു പോരുക. ഈ ഒരു ലിമിറ്റഡ് ഫ്രെയിമിനുള്ളിൽ ഓൾറെഡി ഡിസൈൻഡ് ജോലി സ്മൂത്തായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി, ശമ്പളം കിട്ടും അല്ലെങ്കിൽ വരുമാനം കിട്ടും. പക്ഷെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഇറങ്ങി നിന്ന് വർക്ക് ചെയ്ത് ബിസിനസ് ഉണ്ടാക്കണം. നിശ്ചിതമായ ഇന്ന കാര്യങ്ങൾ ജോലിക്കാരനെ പോലെ പറഞ്ഞ പോലെ അത് മാത്രം ചെയ്താൽ മതി അല്ല. അതൊരു മൾട്ടിപ്പിൾ ഡയമെൻഷൻ വർക്കാണ്. ബിസിനസ് ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ ചലഞ്ചസ് വരാം, വിചാരിച്ച പോലെ കയറി വരില്ല, അല്ലെങ്കിൽ വിചാരിച്ച പോലെ കച്ചവടം നടക്കില്ല. ഇതൊക്കെ സംഭവിക്കാം. അപ്പം ആ സമയങ്ങളിൽ എന്താണോ നമ്മളിതിൽ ആ ജോലിക്കാരൻ ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട ആ കാര്യങ്ങൾ മാത്രം ചെയ്തു പോയാൽ പോരാ, എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ കണ്ടില്ലേ പല കടകളിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽസിൽ കച്ചവടം കുറവാണെങ്കിൽ നോർമലി എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ ചെയ്താൽ പോരാ. അവരെന്ത് ചെയ്യും, എക്സ്ട്രാ ചില പരസ്യങ്ങൾ വെക്കും, ഇത്ര ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കട കാലിയാക്കൽ വിൽപ്പന എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലേ? അതൊക്കെ അതിൻ്റെ ആ ഓണർ ചെയ്യുന്ന എക്സ്ട്രാ കാര്യങ്ങളാണ്. സോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. സോ ബിസിനസ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. അത് ഈ കാര്യങ്ങൾ കൊണ്ടാണ്. ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ റിസ്ക് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മുതൽ മുടക്കുണ്ട്. പൈസ ഒരു ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അത് വലിയ റിസ്ക് ആണ്. ഇവിടെ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. പക്ഷേ റിസ്ക് ഉണ്ടോ? റിസ്ക് ഉണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള റിസ്ക് ഉണ്ടോ? ഇല്ല. സാമ്പത്തികമായിട്ടുള്ള റിസ്ക് ഇല്ല. ഇവിടുത്തെ റിസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി അങ്ങ് ചെയ്ത് ബിസിനസ് ഉണ്ടാക്കണം. ജോലി ചെയ്യണ പോലെ അത്ര സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബിസിനസ് നമ്മൾ ഇറങ്ങി ചെയ്തുണ്ടാക്കണം. അതാണ് ഇവിടുത്തെ റിസ്ക്. അങ്ങനെ ഇറങ്ങി ചെയ്തുണ്ടാക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചാലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഇതുവരെയുള്ള നമ്മുടെ ജീവിതം എങ്ങനെയാണോ അതൊരു ഇങ്ങനെ ഒഴുക്കിൽ ഇങ്ങനെ ഒരു കംഫർട്ടിൽ ഇങ്ങനെ പോവാണ്, അല്ലേ? ഇപ്പം ജോലിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ എണീക്കുന്നു, റെഡി, പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആവുന്നു, ഭക്ഷണം കഴിക്കുന്നു, എന്നിട്ട് ജോലിക്ക് പോകുന്ന ഒരു രീതി ഉണ്ടാവും. ചിലപ്പോൾ സ്വന്തം വാഹനം അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, അതിലിങ്ങനെ പോകണം. അവിടെ ഓഫീസ് ചെല്ലുന്നു, അവിടുത്തെ കാര്യങ്ങൾ, ജോലി സമയമാണ്, പിന്നെ ജോലിയെക്കുറിച്ച് മാത്രമുള്ള ചിന്ത, ഇടയ്ക്ക് ലഞ്ച് ബ്രേക്ക് വരുന്നു, വീണ്ടും വൈകുന്നേരം ജോലി സമയം കഴിഞ്ഞാൽ തിരിച്ച്
എങ്ങനെയാണോ അങ്ങോട്ട് പോയത് അതുപോലെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, വീട്ടിലെത്തുന്നു, പിന്നെ ഫാമിലിയോടൊപ്പമുള്ള കുറച്ച് സമയം. ഇതാണ് ഒരു ദിവസം. ഇത് തന്നെയാണ് രണ്ടാമത്തെ ദിവസം, ഇത് തന്നെയാണ് മൂന്നാമത്തെ ദിവസം, ഇത് തന്നെയാണ് അടുത്ത കൊല്ലം, ഇത് തന്നെയാണ് വീണ്ടും കൊല്ലങ്ങളോളം, വർഷങ്ങളോളം. ഇതിനിടയ്ക്ക് ചില ചേഞ്ചസ് ഒക്കെ, ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നു. സാമ്പത്തികമായിട്ട് കുറച്ച് ക്രൈസിസുകളൊക്കെ വരും. അങ്ങനെ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് ഫിനാൻഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യും. കുറച്ച് അവിടെ നിന്നൊക്കെ കടം വാങ്ങലും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. കുറച്ച് വലിയ സംഭവമാണെങ്കിൽ ലയബിലിറ്റികൾ എന്തെങ്കിലും വലിയ രീതിയിൽ ഉണ്ടാക്കും. പിന്നെ ആ ലയബിലിറ്റിയെക്കുറിച്ച് അത് അടച്ചു തീർക്കാനുള്ള ടെൻഷനോടുകൂടി ഇങ്ങനെ ജീവിക്കുക. ഒരു ജോലിക്കാരൻ അവിടെ പക്ഷേ വലിയ റിസ്കുകളൊന്നുമില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ജോലിക്ക് പോയാൽ എന്തായാലും ശമ്പളം കിട്ടും. അതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും ഈ കടമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടാൻ പറ്റും എന്നുള്ളൊരു സമാധാനം. വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ പറ്റില്ല. കാരണം വരുമാനം നമ്മുടെ കൺട്രോളിലല്ല. അതിൻ്റെ കാരണം പ്രവർത്തന സമയം നമ്മുടെ കൺട്രോളിൽ അല്ല. പ്രവർത്തന സമയമൊക്കെ നമുക്ക് കൂട്ടാനും പറ്റില്ല. കാരണം മാക്സിമം 24 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. 24 മണിക്കൂറും ജോലി ചെയ്യാൻ പറ്റും. എപ്പോഴെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ ചെയ്യാൻ പറ്റിയാലായി, അല്ലാതെ എന്നും ചെയ്യാൻ പറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ എത്ര മണിക്കൂറാണോ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുക, അത്ര മണിക്കൂറിൻ്റെ വരുമാനമേ നമുക്ക് കിട്ടുള്ളൂ. അതിൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് കൂട്ടാൻ പറ്റില്ല. ലിമിറ്റഡ് ലൈഫ്. എന്നാൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ ബിസിനസ്, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ജീവിതം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക നിലയിലേക്ക് എത്തിക്കാൻ പറ്റും. അതിൻ്റെ കാരണം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനം നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പ്രത്യേകിച്ച് നമ്മളുടെ സമയം, പ്രവർത്തന സമയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മുടെ പ്രവർത്തന സമയത്തെ ആഗ്രഹിക്കുന്ന ഡയമെൻഷനിലേക്ക് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ ലിവറേജ് ചെയ്യാൻ പറ്റും. ഇൻഡസ് വിവയിൽ എൻ്റെ ഒരു ദിവസത്തെ പ്രവർത്തന സമയം ഞാൻ നേരിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് മണിക്കൂറുകൾ അല്ല, 10,000 മണിക്കൂറുകളാണ് ഒരു ദിവസം. 10,000 മണിക്കൂറുകളാണ് എൻ്റെ ഒരു ദിവസത്തെ പ്രവർത്തന സമയം. അതെങ്ങനെ സംഭവിച്ചു ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ടീമിലുള്ള ആൾക്കാരുടെയൊക്കെ പ്രവർത്തന സമയം എൻ്റെ കൂടെ പ്രവർത്തന സമയമാണ്. ഇതേ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെന്ത് ചെയ്താൽ മതി? ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയാൽ മതി. സോ അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കി നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തി വലുതാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ഇതുവരെയുള്ള ജീവിതം അല്ലെങ്കിൽ പഴയതെന്താണോ അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ നിൽക്കുകയല്ല വേണ്ടത്. പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഇതുവരെയുള്ള ജീവിതം നമ്മൾ ഇങ്ങനെ പോയി, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോയി. പക്ഷേ ഇനി അങ്ങോട്ട് നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ പഴയത് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പുതുതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പുതിയൊരു ലൈഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പുതിയ ഓരോ ദിവസങ്ങളും നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫാക്കി മാറ്റണം. അതിന് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ സഹായിക്കും. ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബിൽഡ് യുവർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ അവസരം, ബിസിനസ് അവസരം മാക്സിമം ആളുകൾക്ക് കൊടുക്കണം. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച നിങ്ങൾക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ ഈ പറഞ്ഞ ടീം ഉണ്ടാക്കിയാൽ മതി. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ആ ഒരു ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത്, എൻ്റെ ഓർഗനൈസേഷനിൽ 10,000 വരുന്ന ആളുകൾ, നിങ്ങളൊക്കെ വരുന്ന 10,000 വരുന്ന ആളുകൾ അടങ്ങുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ഒരു ഫ്രാഞ്ചൈസി നെറ്റ്വർക്ക് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മുൻപേ തന്നെ നേരിട്ട് പരിചയമുള്ള 2-3 ആൾക്കാരിലൂടെയാണ് ഇത് ഉണ്ടായത്.
എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമേ പരിചയമുള്ള 2-3 ആൾക്കാരിലേക്കാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്തത്. അതുവഴിയാണ് നിങ്ങളൊക്കെ അടങ്ങുന്ന വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയത്. ഞാനും തമ്മിൽ മുൻപ് പരിചയമില്ല. ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് പരിചയം. ആണോ അല്ലേ? സോ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന, നമുക്കൊരു ഒട്ടും പരിചയമില്ലാത്ത ആളുകളുടെ വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് പരിചയമുള്ള 2-3 ആൾക്കാരിലേക്ക് ഈ ബിസിനസ് കൊടുത്തു. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്നാലോചിച്ചോക്കെ. നമുക്ക് പരിചയമുള്ള 2-3 ആൾക്കാരിലേക്ക് ഈ ബിസിനസ് അവസരം കൊടുത്തുകൊണ്ട് നമുക്ക് പരിചയമില്ലാത്ത ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് ഈ ഉള്ളൊരു ഫ്രാഞ്ചൈസി ആയിട്ട് ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അതിന് പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അനുഭവ സമ്പത്തോ ഒന്നും വേണ്ട. ഈ സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ആർക്കും ചെയ്യാൻ പറ്റും. എന്തായാലും പരിചയമുള്ള 2-3 ആൾക്കാർ എന്തായാലും ഉണ്ടാവുമല്ലോ. ആ 2-3 ആൾക്കാർ, അപ്പോൾ നമ്മുടെ ബിസിനസിന്റെ ലാംഗ്വേജ് പറഞ്ഞ 2 ആൾക്കാർ എന്തിനെടുക്കുക, ആ 2 ആളുകൾ ആരാവണം, ഇത് മാത്രം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. ആ 2 ആൾക്കാരിലൂടെ ആയിരിക്കും ഈ നേരത്തെ പറഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന വലിയൊരു ബിസിനസ് സാമ്രാജ്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ആ 2 ആളുകൾ ആരാവണം? ആ 2 ആളുകൾ ആരാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അലിസാർ എപ്പോഴും പറയാറുണ്ട് അല്ലേ, പട്ടി പെറ്റ 10 എണ്ണം വേണ്ട, പുലി പെറ്റ 2 എണ്ണം മതി എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആ 2 ആളുകൾ പുലിക്കുട്ടികളാവണം അല്ലെങ്കിൽ പുലികളാവണം. പക്ഷെ എങ്ങനത്തെ പുലികളാവണം, അതൊരു ചോദ്യമാണ്. പുലി ആയതുകൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ, അതുകൊണ്ട് മാത്രം കാര്യമില്ല. എങ്ങനത്തെ പുലി ആവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞിങ്ങനെ ഒരു ആലസ്യത്തിലിരിക്കുന്ന പുലി, മടി പിടിച്ചിരിക്കുന്ന ഒരു പുലി. സംഭവം പുലിയാണ്. പക്ഷെ ഫുഡ് കഴിച്ചിങ്ങനെ വയറ് നിറഞ്ഞ് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ആ പുലിയുടെ മുമ്പിലേക്ക് മാനല്ല ആര് വന്നിട്ട് ഒരു കാര്യമില്ല, പുലി അനങ്ങൂല. അല്ലേ? അപ്പോ അങ്ങനത്തെ ഒരു പുലിയായിട്ട് കാര്യമില്ല. പുലിയാവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട പുലി എന്ന് പറയുന്നത് വിശന്നിരിക്കുന്ന 2 പുലികളാണ്. വിശന്നിരിക്കുന്ന 2 പുലികൾ. അങ്ങനത്തെ 2 പുലികൾക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ 2 ആളുകൾക്ക് നിങ്ങൾ ഈ ബിസിനസ് അവസരം കൊടുത്താൽ, അവരിലൂടെ നാളുകളിൽ നിങ്ങളുടെ ബിസിനസ് ആയിരക്കണക്കിന് 10,000-കണക്കിന് വിശന്ന പുലികളിലൂടെ ഈ ബിസിനസ് വളരും. ഈ ഒരു ഫോക്കസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ ഒരു ഫോക്കസിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ പറഞ്ഞ ചേഞ്ചസ് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ ശനിയാഴ്ച വളരെയധികം സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് ജീവിതത്തിൽ. എല്ലാ ദിവസവും വളരെ സന്തോഷമുള്ളതാണ്, പക്ഷേ ആ സന്തോഷം 10 മടങ്ങ് കൂടുതലായിരുന്നു ഇന്നലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. അത് മറ്റാരുടെയും അല്ല, ഇൻഡസ് റിവ്യൂവിൽ നമ്മുടെ ഈ ഓർഗനൈസേഷനിലെ ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് മിസ്റ്റർ അബ്ദുൾ ഗഫൂർ, അദ്ദേഹത്തിൻ്റെ പുതിയ വീട് താമസമായിരുന്നു ഇന്നലെ ഹൗസ് വാമിങ്. അപ്പോൾ അവിടെ പോയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഞാൻ എന്താ പറയുക, പേഴ്സണലി ബിസിനസ്സിൽ കൊണ്ടുവന്ന ആളാണ്. അദ്ദേഹം ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു വീടുണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ പ്രത്യേകത വിവാ ഹൗസ് അതാണ് അതിൻ്റെ പ്രത്യേകത. വിവാ ഹൗസ് ഒന്ന് ആലോചിച്ച് നോക്കി. വീടെന്ന് പറയുന്നത് എല്ലാ ആൾക്കാരുടെയും അല്ലേ, അവരുടെ മനസ്സിലുള്ള വലിയ വലിയ സ്വപ്നങ്ങളാണ്. ഇൻഡസ് റിവ്യൂയിലൂടെ അത് സാക്ഷാത്കരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും വലിയ ഫിനാൻഷ്യൽ ക്രൈസിസോ ഒന്നും, അല്ലെങ്കിൽ അങ്ങനത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. സോ ഇന്നലെ ആ ഹൗസ് വാമിംഗ് ആയിരുന്നു. വളരെയധികം സന്തോഷം തോന്നി.
എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ എന്താ പറയുക ഒരു അംഗീകാരം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു ഇത്. ഇന്നലെ ഹൗസ് വാമിങ്ങിന് പോയ സമയത്ത് ഗഫ്രുബായി എന്നെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് താങ്ക് യു സാർ എന്ന് പറഞ്ഞു. അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് കഴിവുണ്ടായതുകൊണ്ട്, അദ്ദേഹത്തിന് സാമർഥ്യം ഉണ്ടായതുകൊണ്ട്, അദ്ദേഹം സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ നേടാൻ പറ്റിയത്. അവരുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റം, വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. അതിന് ഞാൻ ഒരു കാരണക്കാരനായി എന്ന് ചിന്തിക്കുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നു. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഓപ്പർച്യൂണിറ്റിയുടെ. ദാറ്റ് ഈസ് ഗ്യാരണ്ടീഡ്. പക്ഷെ നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ നടക്കൂ. അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പാൻഡ് ചെയ്യണം. വിശന്നിരിക്കുന്ന 2 പുലികൾക്ക് വേണം നിങ്ങൾ ഈ ബിസിനസ് കൊടുക്കാൻ. നിങ്ങളുടെ കൂടെ ഇപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടാവും. ആ വന്ന ആൾക്കാരൊക്കെ വിശന്നിരിക്കുന്ന പുലികളാണോ എന്ന് ചിന്തിക്കണം. അല്ല എങ്കിൽ നല്ല വിശപ്പുള്ള 2 പുലികൾക്ക് ഈ ബിസിനസ് കൊടുക്കുക. റൈറ്റ്. സോ ഈ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ കുറഞ്ഞൊരു കാലയളവ് കൊണ്ട് നമുക്ക് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കണം. ആ ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. കുറഞ്ഞൊരു കാലയളവ് കൊണ്ട് നമുക്ക് ചേഞ്ചസ് ഉണ്ടാക്കണം. അതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് 7 ദിവസങ്ങൾ ഒരാഴ്ചയിലുണ്ട്, ശരിയാണ്. ഒന്ന് ആലോചിക്കുക, ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ആവേശം എക്സ്ട്രാ ഇട്ടുകൊണ്ട് നമ്മൾ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ദിവസം എന്നാ? 7 ദിവസങ്ങളിൽ വെള്ളിയാഴ്ചയാണല്ലോ, അല്ലേ? എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ആണ്, വെള്ളിയാഴ്ചയാണ്. എന്താ കാരണം? ബിസിനസ് ക്ലോസിംഗ് ദിവസമാണ്. അന്നൊരു പ്രത്യേക ആവേശം കൂടുതലാണ് മറ്റുള്ള ദിവസങ്ങളെക്കാളും. ശരിയാണോ? അല്ലേ? വെള്ളിയാഴ്ച ബിസിനസ് ക്ലോസിംഗ് ദിവസം ആയതുകൊണ്ട് പ്രത്യേകമായൊരു ആവേശം കൂടുതലാണ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ, മുമ്പിലുള്ള കുറച്ച് ദിവസങ്ങൾ, ഒരു എന്താ പറയുക, പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ ജനുവരി 2-ാം തീയതി വരെ. എന്താ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. മലേഷ്യൻ ട്രിപ്പ് കോൺടെസ്റ്റ് കട്ട് ഓഫ് ഡേറ്റ് ആണ് ജനുവരി 2-ാം തീയതി. ആ ജനുവരി 2-ാം തീയതി വരെ ഇന്ന് മുതലുള്ള ഓരോ ദിവസങ്ങളും നിങ്ങൾ ഓരോ ദിവസവും വെള്ളിയാഴ്ചയാണ് എന്ന രീതിയിലൊന്ന് വർക്ക് ചെയ്ത് നോക്കിക്കുക. അതായത് ഒരാഴ്ചയിൽ 7 ഫ്രൈഡേ. എങ്ങനെയാണ്? ഒരാഴ്ചയിൽ 7 ഫ്രൈഡേ. ഇന്ന് ഞായറാഴ്ചയല്ല, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ബിസിനസ് ക്ലോസിംഗ് ഡേ ആണ്. ആ വെള്ളിയാഴ്ച ഞാൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, ക്ലോസിംഗ് ഡേയിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, ആ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യാം. നാളെ തിങ്കളാഴ്ചയല്ല, ഇറ്റ്സ് ഫ്രൈഡേ. ഇങ്ങനെ ഒരാഴ്ചയിലെ 7 ദിവസങ്ങളും വെള്ളിയാഴ്ച എന്ന രീതിയിൽ നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കിക്കേ. അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ആ അഗ്രസീവ്നെസ്സിൽ നിങ്ങളൊന്ന് വർക്ക് ചെയ്താൽ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് മലേഷ്യൻ ട്രിപ്പ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നല്ല സ്ട്രോങ് ടീമിനെ ഉണ്ടാക്കാൻ പറ്റും. വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ടീമിലുള്ള ആൾക്കാർ മീൻസ് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ വിശപ്പുള്ള പുലിയായിരിക്കും, നിങ്ങളുടെ ടീമിൽ 2 വിശപ്പുള്ള പുലികൾ വരും. അവരിലൂടെ ഒരുപാട് വിശപ്പുള്ള പുലികൾ വരും. അങ്ങനെ ഒരാഴ്ചയിലെ 7 ദിവസവും ഫ്രൈഡേ എന്ന രീതിയിൽ മൈൻഡ് സെറ്റിൽ നിങ്ങളൊന്ന് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്താൽ യു ക്യാൻ സീ ദ മാജിക്, മൈ ഡിയർ ഫ്രണ്ട്സ്. ഒരാഴ്ചയിലെ 7 ദിവസവും വെള്ളിയാഴ്ച ബിസിനസ് ക്ലോസിംഗ് ഡേ എന്ന മൈൻഡ് സെറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്താൽ യു ക്യാൻ സീ ദ മാജിക്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരാഴ്ചയിൽ 6 ഞായറാഴ്ചകളും ഒരു സൺഡേയും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 6 ഞായറാഴ്ചകളും ഒരു സൺഡേയും
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനത്തെ ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ഈ ഒരു കോൺടെസ്റ്റ്, മലേഷ്യൻ കോൺടെസ്റ്റ് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ വരുന്നത്, ഏത് ക്രൈറ്റീരിയ ആണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അത് ഫോക്കസ് ചെയ്ത് ഇനിയുള്ള ദിവസങ്ങളിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും. ഇതുവരെ ചെയ്തതിനേക്കാളും എക്സ്ട്രാ വർക്ക് ചെയ്യുക. വിശപ്പുള്ള, വളരെയധികം വിശപ്പുള്ള പുലികൾ ആവുക. ആ വിശപ്പുള്ള പുലികളെ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് വിൻ ചെയ്യണം, നേടിയെടുക്കണം. ഈ ലൈഫ് എന്ന് പറഞ്ഞത് അത് കിട്ടുന്ന ഒരു ലൈഫ് എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കാനുള്ളതാ, ഇഷ്ടപ്പെട്ട ലൈഫ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അതിനാണ് ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിട്ടുള്ളത്. ഒരു ഓർഡിനറി ആയിട്ട് ജീവിക്കാനല്ല, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ജീവിക്കാനാണ്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ജീവിക്കാനാണെങ്കിൽ ക്രിയേറ്റ് യുവർ ലൈഫ്, ക്രിയേറ്റ് യുവർ ലൈഫ്. ഇന്ന് മുതൽ ഉള്ള ദിവസങ്ങൾ അങ്ങനെ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത് നോക്കി. ജീവിതത്തിലെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം, ഒന്ന് 7 ഫ്രൈഡേ, 7 വെള്ളിയാഴ്ചകൾ എന്ന രീതിയിൽ, ഒരാഴ്ചയിൽ എന്ന രീതിയിൽ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് ഓൾ. ഓക്കെ, താങ്ക് യു രാജേഷ് കുമാർ സർ. സോ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടൈം ഇവിടെ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു 1/2 മണിക്കൂർ സാറെ കയ്യിൽ നിന്ന് കറക്റ്റ് ആയിട്ട് കിട്ടി. സോ നല്ല രീതിയിലുള്ള ഒരു ഡിജിറ്റൽ ഹാർട്ട് സിമ്പിൾ ക്ലാപ്പ് ഒക്കെ നമുക്ക് കൊടുക്കാം. സോ ഈ ഒരു ആഴ്ച കറക്റ്റ് ആയിട്ട് ഓക്കെ, അപ്പോൾ നല്ല രീതിയിലുള്ള ഡിജിറ്റൽ ഹാർട്ട് സിമ്പിൾ ക്ലാപ്പ് ഒക്കെ കൊടുക്കാം. സോ താങ്ക് യു സോ മച്ച് സർ. സോ അപ്പോൾ സർ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഈ ഒരാഴ്ച വിശപ്പുള്ള 2 പുലികളെ കണ്ടെത്താൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. സോ അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും ഹയസ്റ്റ് വരുമാനം കിട്ടുന്ന ഒരു വീക്കാക്കി ഈ ഒരു വീക്ക് മാറ്റാൻ പറ്റട്ടെ എന്നും എല്ലാവർക്കും വേണ്ടിയിട്ട് വിഷയമാണ്. സോ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമോട് വൈൻഡപ്പ് ചെയ്യാണ്. സോ സൈനിങ് ഓഫ് മുഹമ്മദ് ഇർഷാദ്, റൂബി എക്സിക്യൂട്ടീവ് ഓഫ് ഇന്ത്യ സുവ.